ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഇഡ്ഡലിപ്പൊടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ വൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 10 കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അധികം ഫ്ലെയിം കൂടി പോകരുത്, ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊരു മണം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 8 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പില എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കുന്നതിന് മുന്നായിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും ദോശയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഡ്ഡലിപ്പൊടി കഴിക്കണേക്കാളും മുന്നായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്